നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ സ്വപ്നമായിരുന്നു ഞാൻ തുടങ്ങിയ പാർലർ. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് എന്റെ കുടുംബം എന്ന കണക്കുകൂട്ടല്ല നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചതും ട്രീറ്റ് ചെയ്തതും. പക്ഷേ ഇന്നലെ പാതിരാത്രി നിങ്ങളുടെ മോൻ അവിടെ വന്നിരുന്നു. ഞാൻ അവിടെ വെച്ചിരുന്ന ബോർഡുകളും നിത്യയുടെ ചിത്രങ്ങളും ഒക്കെ ഇവൻ നശിപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ മോളെ? ചോദിച്ചു നോക്ക് ജീവനോട്. ജീവ, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തുണ്ട്. നിനക്ക് ഭ്രാന്ത് തന്നെയാ. നിത്യയുടെ ചിത്രങ്ങളായിരുന്നു നിന്റെ പ്രശ്നമെങ്കിൽ അത് നീ പറഞ്ഞ പോരെ, അത് ഞാൻ മാറ്റി തരില്ലേ? അല്ലാതെ എന്റെ സ്ഥാപനത്തിന് ഇത്രയും നാശം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? എടി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി നീ അത് എന്റെ തലയെ കൊണ്ടൊന്നും ഇടണ്ട. മോളെ സാറ, അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. അവര് വന്ന് കുറ്റവാളിയെ കണ്ടെത്തട്ടെ. അല്ലാതെ കൊച്ചു കൊച്ചു പിണക്കങ്ങളുടെ പേരിൽ ഒരാളെ കുറ്റവാളിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല കേട്ടോ. എന്ത് കൊച്ചു കൊച്ചു പിണക്കങ്ങളുടെ പേരില്? ആന്റിക്ക് സത്യമല്ലേ അറിയേണ്ടത്? ജീവൻ അത് ചെയ്യുന്നത് കണ്ടവരുണ്ട്. ഇവനോട് ചോദിച്ചു നോക്ക്. ഇവൻ ദൃക്സാക്ഷിയാ. എന്താ മോനെ കാര്യം? ആന്റി, ഞാനൊരു സിനിമ കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. ഒരു ബഹളം കേട്ടോ ഞാൻ നോക്കിയത്. നോക്കുമ്പോ ജീവേട്ടൻ ആ ബോർഡുകളെല്ലാം വലിച്ചേർന്ന് ഞാൻ കണ്ടു. എന്നിട്ട് നീ എന്താ ജീവനോട് അപ്പൊ തന്നെ ചോദിക്കാതിരുന്നത്? എന്തുകൊണ്ട് ആളുകളെ വിളിച്ചു കൂട്ടാതിരുന്നത്? ഇയാളുടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ കണ്ടപ്പോ അടുത്തോട്ട് പോകാൻ ഞാൻ പേടിച്ചു. എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. ജീവ, ഇവര് പറയുന്നത് സത്യമാണോ? നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എടി എടി എടി, നീ ഇതിനു മുമ്പ് എന്റെ കുടുംബകാര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ടിട്ടുണ്ട്. നീ പല രീതിയിൽ എന്നോട് പകപോക്കാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് നീ ഇവിടെ നിന്നെങ്ങാനും വായട്ടലയ്ക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ കൊന്നുകളഞ്ഞ്. മാറി നിക്കടാ അങ്ങോട്ട്. സാറാ, തെറ്റ് ചെയ്തത് എന്റെ മോൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. അതിന്റെ നഷ്ടം എത്രയാണെന്ന് വെച്ചാ ആന്റി നിനക്ക് തരാം. ഈ നാണക്കേട് ഞാൻ ചുമക്കേണ്ടതാ. പ്രസവിച്ചു പോയില്ല ഞാൻ ഇവനെ. സാറേ ഇപ്പൊ പോ. ചുറ്റും നിൽക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാക്കി ഒന്ന് പോ. നാളല്ലേ നിത്യ നിനക്ക്? നിന്റെ ഭർത്താവിനോട് ഇറങ്ങിപ്പോവാൻ പറയുന്നതേ അവനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ വിളിച്ചു പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട്.
എന്ത് കാര്യങ്ങള്? ജീവനെ കുറിച്ച് നിനക്ക് എന്ത് കാര്യങ്ങൾ അറിയാവുന്നത്? വേണ്ട ആന്റി, നിങ്ങളതൊന്നും അറിയണ്ട. അറിയണം. ബ്യൂട്ടി പാർലറിന്റെ ബോർഡുകൾ നശിപ്പിച്ച കാര്യത്തിൽ ജീവൻ തെറ്റുകാരനാണെങ്കിൽ അതിനുള്ള പരിഹാരം ഞാൻ ചെയ്തിരിക്കും. അമ്മേ, മോൾ ഇതിൽ ഇടപെടണ്ട. ജീവനെ കുറിച്ച് സാറയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും അത് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കണം. പറയാം ആന്റി. ഒരുപക്ഷെ ഞാനീ പറയുന്നത് നിങ്ങളിൽ പലരുടെയും ജീവൻ രക്ഷിക്കുമായിരിക്കും. ഈ വീട്ടിൽ നിത്യ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ആന്റിക്ക് അറിയാമോ? അങ്കിളും ആന്റിയും ജീവിച്ചിരിക്കുന്ന ഇതേ വീട്ടില് ഒരു പെൺകുട്ടിയുടെ മുഴുവൻ സ്വപ്നങ്ങളും ചവിട്ടി അരയ്ക്കപ്പെട്ടു. അതിന് കാരണം ഇവനൊരു ക്രിമിനൽ സൈക്കോ ആയതുകൊണ്ടാ. ഇവന്റെ ക്രൂരതയുടെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഞാൻ. എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന നിങ്ങളുടെ മോൻ. എന്നെ മാത്രമല്ല, കൂടെ പഠിച്ച കാതറിൻ എന്ന പെൺകുട്ടിയെ. ഇയാളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ നിത്യയുടെ ചെറിയച്ഛന്റെ മകനെ എല്ലാവരെയും ഇവൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ പലരും കണ്ടിട്ടില്ലേ ജീവൻ എന്നോട് പലപ്പോഴും ദേഷ്യത്തിൽ പെരുമാറുന്നത്? അതിനുള്ള കാരണം എന്താ? ഞാൻ മോഡലിംഗ് ചെയ്യും, ഞാൻ അല്പം ഫാഷനബിൾ ആയിട്ട് നടക്കും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇയാളുടെ കണക്കിൽ പിഴച്ച പെണ്ണുങ്ങളാ. സ്വന്തം അനുജത്തിയെ, സ്വന്തം ഭാര്യയെ, എന്തിന് ആന്റി പോലും ഇയാൾക്ക് സംശയമാണ്. ഇന്നലെ നിത്യയുടെ ഫോട്ടോസാണ് കുത്തിക്കീറി കളഞ്ഞതെങ്കില് നാളെ ഒരു ദിവസം നിത്യ തന്നെ ഇവൻ കുത്തിക്കീറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.